DGP റവാഡ ചന്ദ്രശേഖർ രാജ്ഭവനിൽ എത്തി ഗവർണറെ കണ്ടു എന്നതാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിയമനത്തിൽ അതൃപ്തി നിലനിൽക്കുന്നതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച എന്നതാണ് വസ്തുത. മുൻ DGP ഇറക്കിയ ഉത്തരവ് സർക്കാർ ഇടപെട്ട് പിൻവലിച്ചിരുന്നു. സർക്കാർ നടപടിയിൽ ഗവർണർക്ക് കടുത്ത നീരസമുണ്ട്. DGPയെ ഗവർണർ നിരസം അറിയിച്ചതായാണ് സൂചനയും. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ തുടരുകയാണ്. പ്രജിത്ത്, ഈ സൂചിപ്പിച്ച പോലെ ഈ ഒരു സാഹചര്യത്തിൽ അതീവ നിർണായകം തന്നെയാണ് ഈ കൂടിക്കാഴ്ച, അല്ലേ? അതെടുത്തു പറയേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി സംസ്ഥാനത്തെ ഈ സർക്കാർ ഗവർണർ പോലും വളരെ ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു നേരത്തെ രാജ്ഭവനിലേക്ക് 6 പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് മുൻ DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് പുറത്തിറക്കിയ ഉത്തരവ് അന്ന് തന്നെ സർക്കാർ നിർദ്ദേശപ്രകാരം DGP റദ്ദാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. സർക്കാർ ഇടപെട്ട് ഈ ഉത്തരവ് പുറത്തിറക്കരുതെന്നുള്ള നിർദ്ദേശം നൽകിയതിനെ തുടർന്നായിരുന്നു ആദ്യഘട്ടത്തിൽ 6 പോലീസുകാരെ രാജ്ഭവനിലേക്ക് സ്ഥലം മാറ്റിയ ഉത്തരവ് മരവിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് പോയത്. ഈ വിഷയത്തിൽ രാജ്ഭവന് കടുത്ത അതൃപ്തിയുണ്ട്. കാരണം രാജ്ഭവനിൽ പോലീസ് ഉദ്യോഗസ്ഥർ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ അല്ലെങ്കിൽ ഏത് പോലീസ് ഉദ്യോഗസ്ഥർ വേണമെന്നതിനൊക്കെ രാജ്ഭവന് കൃത്യമായ നിർദ്ദേശം നൽകാനുള്ള അധികാരങ്ങളുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യം നിലനിൽക്കെയാണ് ഈ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം റദ്ദ് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിൽ രാജ്ഭവനും ഗവർണർക്കും ഒക്കെ കടുത്ത അതൃപ്തി ഉണ്ടെന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതിന് പിന്നാലെയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം DGPയെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം റവാഡ ചന്ദ്രശേഖർ ഇന്ന് ആദ്യമായി ഗവർണറെ കാണാൻ എത്തുന്നത്. ഗവർണറെ കണ്ട സമയത്ത് ഈ വിഷയത്തിലുള്ള നീരസം അദ്ദേഹം DGP അറിയിച്ചതായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഗവർണർ തന്നെ നീരസം DGP അറിയിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ മേൽപ്പറഞ്ഞ ഒരു സാഹചര്യത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, അതീവ നിർണായകവുമാണ് ഈ കൂടിക്കാഴ്ച. തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.